T20 ഇന്ധനത്തിൽ വിവാദം കത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുമെന്നും എഞ്ചിൻ കേടാക്കുമെന്നും ഒരു വിഭാഗം പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് കേന്ദ്ര സർക്കാരും അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും കേന്ദ്രം എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ പറ്റി ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? ഈ പദ്ധതിയിൽ അമേരിക്കയ്ക്ക് പ്രത്യേക താൽപര്യമുണ്ടോ? കാർബൺ പുറന്തള്ളൽ കുറച്ച് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പദ്ധതിയിൽ എന്തിനാണ് വിവാദം? എവിടെയാണ് പാളിച്ചകൾ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിവാദം തന്നെ വളരെ വൈകി ഉദിച്ച ഒരു വിവാദമാണ്. 80% പെട്രോളും 20% എഥനോളും ചേർന്നതാണ് E20 എന്ന ഇന്ധനം. എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക, എഥനോൾ മിശ്രിതത്തിനായി കരിമ്പ് നൽകുന്ന കർഷകരെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഇതിന് പിന്നിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, ഈ പദ്ധതിക്ക് പിന്നിലെ. എന്നാൽ ഇന്ത്യ കഴിഞ്ഞ വർഷം കൈവരിച്ച E20യുടെ ഏകീകൃത വിതരണം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അവതരിപ്പിച്ച് 23 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ വിവാദങ്ങൾ കത്തിപ്പടർന്നത്. E5ഉം E10ഉം കഴിഞ്ഞ് E20 എത്തിയപ്പോൾ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന്റെ നാൾവഴി ഒന്ന് നമുക്ക് നോക്കിയാൽ 2001 പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് ഈ പദ്ധതി തുടങ്ങിയത്. 2003 ഔദ്യോഗികമായി ഇത് ലോഞ്ച് ചെയ്തു. 2006 കേരളമടക്കമുള്ള 20 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 5% എഥനോൾ ചേർത്ത പെട്രോൾ വിൽക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശം നൽകി. 2009 E10 വിൽക്കാൻ അനുമതി നൽകി. 2014 എത്തുമ്പോൾ എഥനോൾ സംഭരണം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റഡ് വില നിയന്ത്രണ സംവിധാനം കൊണ്ടുവന്നു. ബയോ റിഫൈനറികൾ സ്ഥാപിക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകി. 2016 IDR ആക്ട് ഭേദഗതി ചെയ്തതിലൂടെ എഥനോൾ നിർമ്മാണത്തിനും സംഭരണത്തിനും വിതരണത്തിനുമുള്ള സമ്പൂർണ്ണ അധികാരം കമ്പനികൾക്ക് ലഭിച്ചു. 2018 ആയപ്പോൾ കർഷകരെയും വ്യവസായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് പ്രഖ്യാപിച്ചു. അതിലാണ് കരിമ്പ് ജ്യൂസ്, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്നും എഥനോൾ നിർമ്മിക്കാൻ അനുമതി നൽകിയത്. 2020 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള അധിക അരിയും ചോളവും എഥനോൾ ഉൽപാദനത്തിനായി ഡിസ്ലറികൾക്ക് നൽകാൻ നാഷണൽ ബയോഫ്യൂവൽ കോർഡിനേഷൻ കമ്മിറ്റി അനുമതി നൽകി. 2022 E10 രാജ്യത്ത് പൂർണ്ണമായും വിതരണം ചെയ്യുകയെന്ന നാഴികക്കല്ല് അത് പിന്നിട്ടു. അതും നിശ്ചയിച്ച സമയപരിധിക്ക് 5 മാസം മുൻപെയാണ് ആ നേട്ടം കൈവരിച്ചത്. 2025 എത്തിയപ്പോൾ E20 എന്ന ലക്ഷ്യം 5 വർഷം മുൻപേ രാജ്യം കൈവരിക്കുകയും ചെയ്തു. 2026 ഏപ്രിൽ 1 മുതൽ വലിയൊരു മാറ്റമുണ്ടായി. രാജ്യത്തെ എല്ലാ റീറ്റെയിൽ പെട്രോൾ പമ്പുകളിലും E20 പെട്രോൾ മാത്രം വിൽക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. മാത്രവുമല്ല, E85 ഇന്ധനം ഡൽഹിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ വർഷം ഡിസംബറോടെ ഇത് 500 പമ്പുകളിലേക്കും 2027 ഡിസംബറോടെ 5000 പമ്പുകളിലേക്കുമൊക്കെ വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുമ്പോഴാണ് E20യിൽ കടുത്ത ആശങ്ക പല കോണുകളിൽ നിന്നും ഇങ്ങനെ ഉയരുകയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത്. E20യിൽ എന്തിനാണ് ഈ വിവാദമെന്ന് നോക്കിയാൽ വാഹനങ്ങളുടെ ആയുസ്സും മൈലേജും ഇത് കുറയ്ക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അറ്റകുറ്റപ്പണികൾ വർദ്ധിക്കുന്നു എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയർന്നു. കേന്ദ്ര സർക്കാർ E20 കൊണ്ടുവന്നതിൽ വാഹന ഉടമകളിൽ 53% അസംതൃപ്തരാണെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഫലപ്രദമല്ലാത്ത നടപടി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. 2023 മുൻപ് പുറത്തിറങ്ങിയ വാഹനങ്ങളിൽ ഈ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ 10% മൈലേജ് കുറയുന്നുവെന്ന് ഭൂരിഭാഗം ആളുകളും ചൂണ്ടിക്കാട്ടുന്നു. എഥനോൾ കലർത്താത്ത പെട്രോൾ ആണ് നല്ലത് എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നതാണ് പക്ഷേ കേന്ദ്രത്തിന്റെയും ഒരു വിഭാഗം വാഹന നിർമ്മാതാക്കളുടെയും നിലപാട്. വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നതും എഞ്ചിൻ കേടുപാടുകൾ സംഭവിക്കുന്നതുമായ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തുവരുന്നുണ്ട്. 2023 മുതലാണ് സർക്കാർ E20യുടെ ഘട്ടത്തിലേക്ക് കടന്നത്. പഴയ കാറുകളുമായി പൊരുത്തപ്പെടുന്ന E5, E10 പോലുള്ള മറ്റു മിശ്രിതങ്ങളും അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ രാജ്യത്തെ ഏകദേശം 90,000 ഇന്ധന സ്റ്റേഷനുകളിൽ നിന്ന് ഈ മിശ്രിതങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നീക്കം ചെയ്തു. ഇതാണ് പ്രശ്നം രൂക്ഷമാക്കിയത്. 2023 ഏപ്രിലിന് ശേഷം നിർമ്മിച്ച കാറുകളും ഇരുചക്ര വാഹനങ്ങളും E20ക്ക് അനുയോജ്യമാണ്. പഴയ വാഹനങ്ങൾ E20 ഇന്ധനം ഉപയോഗിച്ചാൽ എഞ്ചിൻ നോക്കിംഗ്, തുരുമ്പെടുക്കൽ, ഇന്ധനക്ഷമത കുറയൽ, റബ്ബർ ഹോസുകളും പ്ലാസ്റ്റിക് പൈപ്പുകളും കേടാകൽ തുടങ്ങിയവ സംഭവിക്കുന്നു എന്നതാണ് ഈ പരാതിക്ക് പ്രധാനമായും അടിസ്ഥാനമാകുന്നത്.
അങ്ങനെയുള്ള നിരവധി റിപ്പോർട്ടുകളാണ് ഉയരുന്നത്. ഇത് ഒരു പരിധിവരെ കേന്ദ്രവും സമ്മതിക്കുന്നുണ്ട്. രാജ്യത്ത് വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 20% എഥനോൾ ചേർത്ത പെട്രോൾ വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയെ നേരിയ തോതിൽ ബാധിക്കുന്നു എന്ന് സമ്മതിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ വന്നു. എന്നാൽ ഇതോടൊപ്പം ഉയർന്നുവരുന്ന എഞ്ചിൻ തകരാർ, പെർഫോമൻസ് കുറയൽ തുടങ്ങിയ മറ്റാശങ്കകളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന വ്യാജ പ്രചരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൈലേജ് കുറയുന്നു എന്ന ആരോപണം തള്ളി ഇത് ഈ പദ്ധതിയെ ന്യായീകരിക്കുകയാണ് കേന്ദ്ര വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും എനിക്കുമൊന്നും മൈലേജ് പരിശോധിക്കാൻ സാധിക്കില്ല. ഒരു കാറിന്റെ മൈലേജ് കമ്പനി അംഗീകരിച്ചിട്ടുള്ള ഡീലറുടെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാത്രമേ പരിശോധിക്കാനാകൂ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നമുക്ക് നമ്മളുടെ കാറുകളിൽ അതിൽ നൽകുന്ന റീഡിംഗ് അത് കൃത്യമല്ല എങ്കിൽ പോലും അതിൽ വളരെ കുറച്ച് മാത്രമായിരിക്കും വ്യത്യാസം വരിക. 5% വ്യത്യാസം മാത്രമൊക്കെ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഈ ന്യായീകരണം ശരിയല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ ചർച്ചകൾ ഉയരും മുമ്പ് തന്നെ ഈ പദ്ധതിയെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നമ്മുടെ സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഉണ്ടായ യുദ്ധം ഊർജ്ജ പ്രതിസന്ധി വലുതാക്കി. ഈ ഊർജ്ജ പ്രതിസന്ധിയിൽ ഇന്ത്യയെ സഹായിച്ച നടപടികൾ വിശദീകരിക്കുന്നതിനിടയിലാണ് E20 പെട്രോളിനെ കുറിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചത്. പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്നതിനാൽ ഇന്ത്യക്ക് കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ ഇറക്കുമതി ചെയ്താൽ മതി എന്ന കാര്യമാണ് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയത്. ഈ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കഴിഞ്ഞ വർഷം ഏകദേശം 4.5 കോടി ബാരൽ കുറഞ്ഞ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്താൽ മതിയായിരുന്നു എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞത്. എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ വലിയ അളവിൽ ഗൾഫ് മേഖലയെ ആശ്രയിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയാം യുദ്ധം കടുക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 10-11 വർഷത്തിനുള്ളിൽ എഥനോൾ ഉൽപാദനത്തിലും മിശ്രിതത്തിലും അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചു എന്നതാണ് പ്രധാനമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞത്. ഇതിൽ ഉയരുന്ന മറ്റൊരു വലിയ ആരോപണം ഇതിൽ അമേരിക്കയ്ക്കുള്ള പ്രത്യേക താൽപര്യങ്ങളാണ്. അതാണ് കേന്ദ്ര സർക്കാരിനെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ആരോപണം. ഇന്ത്യയുടെ എഥനോൾ മിശ്രണ പദ്ധതിയിൽ അമേരിക്കയ്ക്ക് സവിശേഷ താൽപര്യമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ നടക്കുമ്പോൾ ഈ രംഗത്ത് നടക്കുന്ന നീക്കങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. 2030 പെട്രോളിൽ എഥനോളിന്റെ തോത് 20% ഇന്ത്യ ആദ്യം ലക്ഷ്യമിട്ടത്. എന്നാൽ ഇത് 2025 തന്നെ നടപ്പിലാക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരുന്നു അമേരിക്ക. കരിമ്പിൽ നിന്ന് ഇന്ത്യ തദ്ദേശീയമായി എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ മൊത്തം ഡിമാൻഡ് നിറവേറ്റാൻ അതിന് കഴിയില്ല. എന്നാൽ ഇന്ധനത്തിൽ കലർത്താനായി എഥനോൾ ഇറക്കുമതി ചെയ്യുന്നത് നിലവിൽ ഇന്ത്യ വിലക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇന്ത്യ ഏറ്റവും കൂടുതൽ എഥനോൾ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ഇന്ധനത്തിൽ കലർത്തുന്നതിനായുള്ള ഇറക്കുമതി കൂടി ഇന്ത്യ അനുവദിക്കണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. വ്യാപാര കരാർ ചർച്ചകളിൽ ഈ വിഷയം അമേരിക്ക ആവർത്തിച്ചുയർത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിപ്പോൾ എന്തായാലും വലിയൊരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ കോടതിയിൽ ഹർജികൾ എത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി എത്തി. തന്റെ വാഹനത്തിൽ അടിക്കുന്നത് E20 ഇന്ധനമാണെന്ന് പൗരന്മാർക്ക് അറിയണം, ഏത് തരത്തിലുള്ള ഇന്ധനമാണെന്ന് അറിയണം, അത് മനസ്സിലാക്കുന്ന തരത്തിൽ രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ അറിയിപ്പ് പ്രദർശിപ്പിക്കണം എന്നതൊക്കെയായിരുന്നു ഈ പൊതു താൽപര്യ ഹർജിയിലെ ആവശ്യം. എന്നാൽ കോടതി ഇത് തള്ളുകയായിരുന്നു. ഏത് തരം ഇന്ധനം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമില്ല എന്ന സർക്കാരിന്റെ വാദം അന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്തു. 2023 മുൻപ് നിർമ്മിച്ച പഴയ വാഹനങ്ങൾക്കായി പമ്പുകളിൽ എഥനോൾ കലർത്താത്ത സാധാരണ പെട്രോൾ കൂടി വിതരണം ചെയ്യണമെന്ന ഹർജിക്കാരന്റെ ആവശ്യവും അന്ന് കോടതി നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിപ്പോൾ വാഹന ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ വലിയൊരു ആശങ്കയായി ഇത് നിൽക്കുന്നുണ്ട്. E20 പെട്രോൾ വിപണിയിൽ എത്തിച്ചാലും 10% എഥനോൾ ചേർത്ത E10 പെട്രോൾ വിപണിയിൽ തുടരണമെന്ന് വാഹന നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ്, അതായത് സിയാം, കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഒഴിവാക്കുമ്പോഴാണ് ഈ വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ ഉയർന്നത്. രാജ്യത്തിന്റെ വിദേശ നാണ്യ ലാഭത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒക്കെ E20 നല്ലതാണെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾ, അതായത് മൈലേജ് സംബന്ധിച്ചൊക്കെയുള്ള പരാതികൾ, അത് പരിഹരിക്കപ്പെടണം. സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് വാഹനങ്ങൾക്ക് തകരാറില്ലെന്ന് ഉറപ്പുവരുത്തുകയും ഇന്ധനവില കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ
ഈ പദ്ധതി പൂർണ്ണമായും വിജയമാവുകയുള്ളൂ. ആശങ്കകൾ അകറ്റുക എന്നതാണ് ഇതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അത് അകറ്റിക്കൊണ്ട് ഒപ്പം തന്നെ അതിന് വേണ്ടുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ തുടർ നടപടികൾ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.